ഞാൻ പാലൊക്കെ എടുത്തിട്ട് വരികയായിരുന്നു. ഇന്നത്തെ പരിപാടികൾ നമുക്ക് തുടങ്ങാല്ലേ. ഞാൻ ചോറ് തിളപ്പിക്കാൻ വേണ്ടി ഇന്നലെ തിളപ്പിച്ച് വെച്ചിരുന്ന ചോറ് വീണ്ടും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. ഇന്ന് ജൂണിന് മുതിരപ്പേരി കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത്. ആ മുതിര ഇപ്പൊ എന്താന്നറിയില്ല, കുറേ നാളായിട്ട് ഈ ധാന്യവർഗ്ഗങ്ങൾ അങ്ങനെയല്ലേ പറയാ, പയറ്, കടല. ആദ്യം അതൊക്കെ ഇഷ്ടമായിരുന്നു. പയറ് ആദ്യമേ തൊട്ട് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. കടലയൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പൊ എന്തോ കടലൊന്നും ഇഷ്ടമല്ല എന്നാ പറയണേ. പക്ഷെ മുതിര കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചോറിലെത്തി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് സംസാരിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയതാണ്. എന്തായാലും സാധനങ്ങൾ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ അതിങ്ങനെ പാത്രത്തിലൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉഴുന്ന് പാത്രത്തിലാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുതിരയാണ് ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ മുതിര കഴുകി അരയ്ക്കാന്നൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് മുതിര ഉപ്പേരും തക്കാളിക്കറിയും. ഞാൻ സാമ്പാറായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ പരിപ്പില്ല. ബാക്കി ഒന്നുമില്ലെങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കും. തക്കാളിയും പരിപ്പും ഇല്ലാണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. തക്കാളി നിർബന്ധമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് പരിപ്പില്ലാണ്ട് എന്തായാലും സാമ്പാർ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ട് തക്കാളി ഉണ്ട്, സമ്പോളയുണ്ട്. അപ്പം നമുക്ക് തക്കാളി കറി ഉണ്ടാക്കാം. കലാഷ്. തക്കാളിക്കറിക്ക് കുറച്ചധികം സബോളയും തക്കാളിയും ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളത് അരിഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. തലേദിവസം അരിഞ്ഞു വെച്ചെങ്കിൽ എന്ത് എളുപ്പമുണ്ട് എന്നുള്ളത് എനിക്ക് ഈ രാവിലെ അരിയുമ്പോഴാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും തലേദിവസത്തെ തിരക്കിൽ അതൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാണ്ടാണ് തക്കാളിക്കറി ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിലാണ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും നമ്മുടെ മുതിര വെന്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഉപ്പേരിയുടെ പണി അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് തക്കാളി കറിയിലേക്ക് കിടക്കാം. കാരണം ഉപ്പേരി മാത്രമേ ജുഗുനുവിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കുകയാണ്. സൈഡിൽ സൂര്യചേട്ടൻ ജുഗുനുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് ജുഗുനുവിന് ബ്രെഡ് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കി സൈഡിൽ. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ ഏകദേശമായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ തക്കാളി കറി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഗുഡ് മോർണിംഗ്. എനിക്കോ പാല് കുടിക്കാം. എനിക്കോ പാല് കുടിക്കാം. ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെ ചൂനുവിനെ എണീപ്പിച്ച് റെഡിയാക്കലാണ് അടുത്ത പരിപാടി. രാവിലെ കുറച്ച് സ്ലോ മോഷനിലാണ് ആള്. ഇന്ന് പിന്നെ അവന് സ്കേറ്റിംഗ് ഷൂവും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. അതാണ് എക്സ്ട്രാ ഒരു ബാഗ്. പോവാൻ നേരം ആകുമ്പോഴേക്കും മുഖം ചെറുതായിട്ടൊന്ന് വാടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ വിട്ട് കഴിയുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ വീക്കിലെ എല്ലാ ദിവസവും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം, ഒരു കൃതാർത്ഥതയും എൻ്റെ മനസ്സിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പോസസ്, കുറച്ച് സ്കിൽസ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാണുമ്പോൾ ഈ വികൃത രൂപങ്ങളൊക്കെ തോന്നണത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫ്രഷായി ഓഫീസിലേക്ക് പോയി കേട്ടോ. ഓഫീസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഈ ആശാനെ കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ വണ്ടി പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോൾ കറക്റ്റ് എൻ്റെ മുന്നിൽ തന്നെ. ഞാൻ പിന്നെ ഒരു ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് നടന്നു. അങ്ങനെ നമ്മൾ സ്കൂട്ടറൊക്കെ എടുത്ത് നേരെ പോയത് ഡാൻസ് ക്ലാസ്സിലേക്കാണ് കേട്ടോ. ഡാൻസ് ക്ലാസ്സിലേക്കല്ല, അതിൻ്റെ അടിയിലുള്ള പലാരത്തിലേക്കാണ്. ചെറുതായിട്ടൊന്ന് സ്നാക്കിങ് കഴിഞ്ഞിട്ട് വേണം ഡാൻസിന് കയറാൻ. കാരണം ഇനി ഇത് കഴിയുമ്പോഴത്തേനും 10-10:30 ആവും. അപ്പോൾ അതുവരെ നമുക്ക് ഇരിക്കണമല്ലോ. അങ്ങനെ കോസ്റ്റ്യൂമിനൊക്കെ ചേഞ്ച് ചെയ്തു. ഇതെന്താണെന്നറിയോ, എൻ്റെ വണ്ടിയിൽ നിന്ന് ഊരി വന്നിട്ടുള്ള ഹോണാണ്. ഞാൻ അവിടെ ഡാൻസിന് പോയടത്ത് പാർക്ക് ചെയ്ത് വെച്ചത് ആരോ തട്ടിയിട്ടിട്ടുണ്ട്. ആരാ എന്താണെന്ന് അറിയില്ല, പൊട്ടിയിട്ടുണ്ടോ വണ്ടി. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഹോണാണ്. ഹോണടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ. പിന്നെ അത് ഊരിപ്പോന്നു. സീൻ. ഞാൻ കുറച്ചു നേരം ബ്രേക്ക് ആണോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ ഒരു സ്വിഗ്ഗി ഒരു ചേട്ടൻ വന്നിട്ട് നോക്കി ഇത് ഹോണാണെന്ന് ഉറപ്പ് വരുത്തി. എന്താ പറയുക, ഷോർട്ട് ആവാണ്ടിരിക്കാൻ സാധനമൊക്കെ സെല്ലോ ടേപ്പ് അല്ല, ഇൻസുലേഷൻ ടേപ്പൊക്കെ ഒട്ടിച്ച് തന്നു. അങ്ങനെ ഞാൻ പോന്നു.
ഇന്ന് ഞാൻ ഡാൻസ് കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് അറിയായിരുന്നു, കാരണം ഞാൻ ആ സാധനം വണ്ടിയിൽ നിന്ന് ഊരിപ്പോന്ന സാധനം എന്താണ് എന്നറിയാൻ വേണ്ടി ഞാനൊരു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവരെ അവിടെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഇനി ഞാനിത് എത്തിയപ്പം സ്വീറ്റ് കോൺ അവിടെ ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം 11 എനിക്കിനി ഓട്സ് എന്തൊക്കെയുള്ള ഇവിടെ ഓട്സ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ. അപ്പം ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഓട്സ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മീൻ ബൈൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ രാവിലെ ദോശയ്ക്കുള്ള മാവല്ലല്ലോ അരി വെള്ളത്തിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്കത് അങ്ങോട്ട് അരച്ച് വെക്കാം. രാത്രി ശരിക്കും അരയ്ക്കാൻ പാടില്ല കേട്ടോ, 6 മണിക്ക് മുമ്പായിട്ട് അരയ്ക്കണം, എന്നാലാണ് കറണ്ട് കാശൊക്കെ കുറയുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ എത്തിയത് 11 മണിക്ക് ആയതുകൊണ്ട് നമുക്ക് 11 മണിക്ക് അരയ്ക്കാം. ഓട്സ് ഉണ്ടാക്കാം. എന്തായാലും അരിമാവ് അരച്ചതല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ചെറിയൊരു സ്കിൻ കെയർ, ഈസി സ്കിൻ കെയർ, നമ്മുടെ ഇതുപോലത്തെ ഹെക്ടിക് ഡേയുടെ അവസാനം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ, ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയറും കൂടെ ഞാൻ ഷെയർ ചെയ്യാന്ന് വെച്ചു. നമ്മുടെ കയ്യിൽ അരിമാവ് ഉണ്ട് എന്തായാലും. അപ്പം അത് ചെറിയൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. ഓൾറെഡി അരിമാവുള്ളതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ളൊരു ഡേ ആണ്, നമ്മൾ സ്കിന്നിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനത്തിനല്ല ആക്ച്വലി ഇത് നല്ലൊരു സ്ക്രബ്ബറാണ്. ഇത് ഞാൻ അത്ര തരിതരിയൊന്നുമില്ല, നമ്മൾ അങ്ങനെ അധികം തരിതരി ഒന്നുമുള്ള രീതിയിലല്ലല്ലോ അരയ്ക്കുക. അപ്പം അത്ര തരിതരിപ്പൊന്നുമില്ല. അപ്പം അത് കാരണം കൊണ്ട് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല സാധനമാണ്. ഇതിനകത്തുള്ള ഉഴുന്നൊക്കെ ആക്ച്വലി നല്ലതാണ് സ്കിന്നിന്. ഉഴുന്ന് എല്ലാം നല്ലതാണ്, ഉള്ളിലേക്കും പുറത്തേക്കും. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് സ്ക്രബ് ചെയ്താൽ മതി. പാതിരാത്രി ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്കിൻ കെയർ ആണ്. ഞാൻ പിന്നെ ചെയ്യുമ്പോഴത്തേനും ചുണ്ടും കൂടെ കൂട്ടി അങ്ങോട്ട് സ്ക്രബ് ചെയ്യും കേട്ടോ. അത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പാക്കാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇത്തിരി ചുണ്ടത്തും കൂടെ കയറ്റി ഇടാറുണ്ട്. അപ്പോൾ അതെ നല്ല സോഫ്റ്റായി, ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ടൊന്നുമില്ല, ഉണക്കി കളഞ്ഞിട്ടൊന്നുമില്ല. അതിനുള്ള ടൈം നമുക്ക് ഈ പാതിരാത്രി ഇല്ലല്ലോ. അപ്പം എനിക്കൊന്ന് ഒരു 2 to 3 മിനിറ്റ്സ് ആണ് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഞാൻ അത് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പാക്കാണ് ഞാൻ നാളെ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അതല്ലാതെ വേറൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. എൻ്റെ കയ്യിൽ അലോവേര അവൈലബിൾ ആണ്. നമ്മളിവിടെ നട്ട് വളർത്തി പരിപാലിച്ച് ഉണ്ടാക്കുന്ന അലോവേര ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഒരെണ്ണം പൊട്ടിച്ച് മറ്റേ യെല്ലോ സാധനമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് അപ്ലൈ ചെയ്യണം. നമ്മൾ എത്രയാണെങ്കിലും സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്ന് സ്കിൻ ഇറിറ്റേറ്റഡ് ആവുമല്ലോ. എന്ന് വെച്ചാൽ നല്ല സാധനമാണ്, ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇറിറ്റേറ്റഡ് ആവുമെന്നല്ല ഞാൻ പറയണത്. പക്ഷെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇട്ടിങ്ങനെ വരയ്ക്കുമ്പോഴത്തേനും എന്തായാലും അതിനെ ഒന്ന് ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ചൊന്ന് സമാധാനപ്പെടുത്തണം നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ അതെന്തായാലും വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അലോവേര തേക്കുകയാണ്. അപ്പോൾ ഈസിയാണ്, പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഭയങ്കര ആർഭാടമായിട്ടൊന്നും ഞാൻ തേക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ടായിരുന്നേ മുഖം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്ത്, ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഞാനൊരു ജെന്റിൽ ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ജൂനുവിൻ്റെ ഫേസ് വാഷാണ്, കിഡ്സിൻ്റെ ഫേസ് വാഷാണ്. എനിക്കത് മമ്മർത്തിൻ്റെ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇതോടുകൂടി സ്കിൻ കെയർ അവസാനിപ്പിക്കാം. അതെ. അപ്പോൾ ഇനി ഡിന്നർ ടൈം. അപ്പോൾ സ്കിന്നൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു റീഫ്രഷിങ് ഫീല് വരും. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യാന്നുള്ളത്. അത്യാവശ്യം റീഫ്രഷിങ് ആണ്. പിന്നെ നല്ല സോഫ്റ്റ് ആവും. ഡിഫറൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കര ഈസിയാണ്. ഇപ്പം നമുക്കിനി ഡിന്നർ. നമ്മുടെ ചെറിയൊരു ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ചെറിയ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്തിട്ട് കിടക്കുക. 12 മണി ആയി. 12 മണിക്ക് കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കിടക്കാം. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ.